റിട്ടേൺ ടിക്കറ്റ് കൺഫേം ചെയ്യണം. ഹായ് ഹായ്. Are you waiting for Mr. GK? Yes. So you are the coordinator for trip in no. Malaysia. Okay, you just note down our program schedule for the coming week. Boss is very strict. ഇപ്പോൾ 8 o'clock കഴിഞ്ഞു. 10 o'clockന് KLCC കമ്പനിയുമായി മീറ്റിംഗ്. ഷാർപ്പ് 9:30ക്ക് വെഹിക്കിൾ റെഡി ആയിരിക്കണം. ഓക്കെ? ബോസിന് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഓക്കെ? നെക്സ്റ്റ് ബോസിന്റെ ഫുഡ്. കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്ത്യൻ ലഞ്ച് ആൻഡ് ചൈനീസ് ഡിന്നർ. എല്ലാം നന്നായിരിക്കണം. ഓക്കെ? ഓക്കെ മാഡം, നിങ്ങൾ ആരാണെന്ന്? ഞാൻ GK സാറിന്റെ പേഴ്സണൽ സെക്രട്ടറി. ഓ, പേഴ്സണൽ സെക്രട്ടറി. അക്കോമഡേഷൻ ഏത് ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിൽ. ഹായ് അങ്കിൾ. ഒത്തിരി നേരം വെയിറ്റ് ചെയ്തല്ലേ? നോ നോ നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. സുഖമാണ് ആന്റി? സുഖം. നിനക്കോ? ഫൈൻ. അനുരാധ, പേഴ്സണൽ സെക്രട്ടറി. ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ തന്നു കഴിഞ്ഞു. സോറി അങ്കിൾ. നോ നോ, ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ബോസിന് പറഞ്ഞതുപോലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തേക്കാം മാഡം. കം ഓൺ കം ഓൺ. പുതിയ കാർ ഏതാ? ലേറ്റസ്റ്റ്. ഗുഡ്. നോ പ്രോബ്ലം. അറിയാതല്ലേ, സാരില്ല. നിന്റെ വിശേഷങ്ങൾ പറ. ബിസിനസ് ഒക്കെ എങ്ങനെ? ഡെവലപ്മെന്റ്സ് ഉണ്ടോ? ലാസ്റ്റ് ഇയറിനേക്കാൾ ഈ വർഷം 100% ഗ്രോത്ത്. റിയൽ എസ്റ്റേറ്റ് വെരി ഫാന്റാസ്റ്റിക്. റൈറ്റ് ടൈമിൽ ഞാൻ അവിടേക്ക് ഷിഫ്റ്റ് ആയത്. അതെയോ? ഞാൻ കണ്ടില്ലേ, രണ്ടുപേർക്കും 24 മണിക്കൂറും ബിസിനസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. പരസ്പരം സുഖമാണോന്ന് പോലും ചോദിക്കാൻ നേരമില്ല. എക്സലന്റ് കൺസ്ട്രക്ഷൻ അങ്കിളിന്റെ. അങ്കിളിന് അതിനൊക്കെ എവിടെയാ സമയം? ഏത് നേരവും ബിസിനസും ടൂറും ഓഡിറ്റിംഗുമായി നടക്കുന്ന ആളാ. ഈ വീടിന്റെ ഓരോ ഇഞ്ചും എന്റെ തന്നെ ഐഡിയയാ. ഈ പ്ലാൻ പോലും എന്റേതാ. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആന്റി? അനു, ഇവർ മാത്രമല്ല ഇവിടെ, ഇവർക്കിടയിലുള്ള സ്നേഹം കൂടിയുണ്ട്. ആ സ്നേഹത്തിന് ഇത്രയും സ്ഥലമൊന്നും പോരാ. അതുകൊണ്ടല്ലേ വീട് പിന്നെയും പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈ. യെസ്. കോക്ക് 2, just 1. മര്യാദ ഓർത്തെങ്കിലും ഒന്ന് വേണമെന്ന് ചോദിച്ചില്ലല്ലോ. താഴ്ചിട്ട് വയ്യ. അനു, തനിക്ക് വേണേ വാങ്ങിച്ചോ. എനിക്ക് വേണ്ട സർ. അല്ല, അഭയന്റെ ചേട്ടനല്ലേ ഇത്? താനൊരു മനുഷ്യനാണോ? തന്റെ അനിയൻ തന്നെ കാണാൻ ഇത്ര ദൂരം വന്നിട്ട് താനിവിടെ ഒറ്റയ്ക്ക് നിന്ന് വെട്ടി വിഴുങ്ങുന്നോ? ഞാനേ സാറേ ആ അനിയൻ അഭയൻ. ഒന്നിനെയും ഭയക്കാത്തവൻ. ചേട്ടനെ ഇതുവരെയും കണ്ടുകിട്ടിയില്ല. നടന്നു കടന്ന് വിശപ്പടിച്ചപ്പോ വല്ലതും തിന്നാൻ കയറിയതാ സാറേ. ലേഡീസുമായി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണോ? ടൈം വേസ്റ്റ് അല്ലേ? സെക്രട്ടറിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ ഇറങ്ങിയത്. ഫാന്റാസ്റ്റിക്. എത്ര നല്ല ബോസാണ് നിങ്ങൾ. ഇങ്ങനെ വേണം ബോസുമാര്. ഒരു കോക്ക് വാങ്ങി തരാത്ത ആളാണ് ഗിഫ്റ്റ് വാങ്ങിക്കുന്നത്. അനു, തനിക്ക് ഇഷ്ടമുള്ള മേടിച്ചോളൂ. സർ, എനിക്കോ? മേടിച്ചോ. 7,500 റിങ്കറ്റ്സ്, അതായത് നമ്മുടെ കണക്കിന് 1 ലക്ഷം. ക്യാരി ഓൺ. സാർ, ഷോപ്പിങ്ങിന് കൊടുത്തതോ ഷോപ്പ് വാങ്ങാൻ കൊടുത്തതോ? അനു, താൻ ചെല്ല്. അനു, ഞാനിത് കുടിച്ച് തീരും മുമ്പ് എത്തണം. 10 മിനിറ്റ്സ് ആയിരുന്നു. ടൈം മിച്ചം വന്നാലും ശരി, ക്യാഷ് മിച്ചം വരരുത്. പോയിട്ട് വാ. ഒന്ന് പതുക്കെ കുടിക്കണേ സാർ. പാവം കൊച്ചല്ലേ. ഐ വിൽ ഹെൽപ്പ് ഹെർ.
സോറി സർ, എന്താ വാങ്ങാന്നുള്ള കൺഫ്യൂഷനിൽ ഒന്നും വാങ്ങാൻ പറ്റാതെ പോയി. 10 മിനിറ്റ് കൊണ്ട് 1 ലക്ഷം രൂപ പോലും ചെലവാക്കാൻ അറിയില്ല. വേസ്റ്റ് അനു. ഒരു സാഡിസ്റ്റ് ബോസ് ആണ് നിങ്ങൾ കേട്ടോ. ഗിഫ്റ്റ് വാങ്ങാനായി പൈസയും കൊടുത്തിട്ട് ടൈം ലിമിറ്റ് വെക്കുന്നു. ഇത് മോശമായി പോയി. വെരി 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 ഡിഫിക്കൽട്ട്. എന്ത് വെരി 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 ഡിഫിക്കൽട്ട്? 10 മിനിറ്റ് ടൈം കൊടുത്തിട്ട് ഗിഫ്റ്റ് വാങ്ങിയില്ല. 1 മിനിറ്റ് കൊണ്ട് ഞാൻ 2 ലക്ഷത്തിന്റെ ഗിഫ്റ്റ് വാങ്ങി. ഏത് പിടിക്കും? ഈ പാട്ടൊക്കെ 2 lakhs മലേഷ്യ ഇല്ല. അനു കൊള്ളാം. താങ്ക് യു സർ. മൈ പ്ലഷർ. സാർ എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ വാങ്ങിച്ചെന്താ? എന്റെ 6th സെൻസ് പറഞ്ഞു അനു അത് വാങ്ങില്ലെന്ന്. നിങ്ങളുടെ 6th സെൻസ് കറക്റ്റ് ആയിട്ട് പറയോ സാർ? സാർ അങ്ങനെയാണെങ്കിൽ അതിനോട് ചോദിച്ച് എന്റെ ബ്രദർ എവിടെ ഉണ്ടെന്ന് പറഞ്ഞതാ സാർ. പറയാം ബാ. തന്റെ ചേട്ടൻ ഫോട്ടോ അയച്ചാലാതെ അഡ്രസ് അയച്ചില്ലല്ലോ. ഇല്ല സാർ. മലേഷ്യയിൽ വരാൻ പറഞ്ഞാലാതെ റിസീവ് ചെയ്യാൻ വന്നില്ലല്ലോ. ഇല്ല സാർ. താൻ ഇതുവരെ ചേട്ടനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല സാർ. ഇനി അങ്ങോട്ട് കാണാനും പോകുന്നില്ല. കാണത്തില്ല. അതെന്താ സാർ? അഭയനെ അയാൾ കണ്ടതുകൊണ്ട്. വേഗം ഇവിടുന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. ഇവിടെ നിന്നാൽ എന്റെ 6th സെൻസ് കൊണ്ട് പറയാ താൻ വല്ലാതെ കഷ്ടപ്പെടും. ഇതെന്താ ആന്റിയുടെ പേരും അങ്കിളിന്റെ പേരും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇതാ ഇവിടുത്തെ ഒരു ആചാരം. ജീവിതത്തിൽ ഒരിക്കലും പിരിയാതിരിക്കാൻ ദേവിയോടുള്ളൊരു പ്രാർത്ഥനയാ. ഇനി ഇതുപോലെ വേറെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ. എന്റെ ദേവി, ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും പിരിയാതിരിക്കാൻ അനുഗ്രഹിക്കണം. അനു, മനസ്സിലുള്ള ഇഷ്ടത്തെ ദൈവത്തെക്കാൾ മുമ്പ് സ്നേഹിക്കുന്നവനോടാണ് പറയേണ്ടത്. ആന്റി, സ്നേഹിക്കുന്നവർ അത് തുറന്നു പറയണം. ഒരു കാരണവശാലും പേടിക്കുകയും അവൻ എപ്പോഴും ബിസിനസ് കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. അതുകൊണ്ട് നിന്റെ മനസ്സവൻ അറിഞ്ഞെന്ന് വരില്ല. നിങ്ങൾക്ക് ഇവിടെ മാത്രമേ അല്പം പ്രൈവസി കിട്ടൂ. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ നീ അതവനോട് പറയണം. നിന്നെ അവനും ഇഷ്ടമായിരിക്കും. എങ്ങനെ പറയാൻ ആന്റി? എത്ര ഇഷ്ടമാണെങ്കിലും മനസ്സിലൊരു പേടി പോലെ. അദ്ദേഹത്തിന്റെ ശമ്പളക്കാരിയായി ജോലി ചെയ്യുന്ന ഞാനാ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് സങ്കല്പിക്കുന്നത്. വെറും ഒരു അനാഥയായി ഞാൻ, ആകാശം മുട്ടയെത്തി നിൽക്കുന്ന അദ്ദേഹം എന്നെ എങ്ങനെ ഇഷ്ടപ്പെടാനാ? നോക്ക്, നീ ഇനി മുതൽ അനാഥയല്ല. എനിക്കെന്റെ മോളെ പോലെയാ നീ. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തന്നാലോ? ഇതാ മോളെ, നീ ഇത് ഉടുത്തോണ്ട് വേണം പോകാൻ. അവന്റെ കണ്ണിൽ നീ സെക്രട്ടറി ആയിട്ടല്ല, ഒരു മാലാഖയായിട്ട് വേണം തോന്നാൻ. വളരെ നന്നായിട്ടുണ്ടല്ലേ? സാരി നന്നായിട്ടുണ്ട്. അനു ആദ്യമായിട്ടല്ലേ മലേഷ്യയിലേക്ക് വരുന്നത്? അവളെയും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോ. ആന്റി, ഞാൻ വെറുതെ ഇരുന്നോണ്ട്. തനിക്ക് എൻ്റെ കൂടെ വരാൻ റെക്കമെൻഡേഷൻ്റെ കാര്യമുണ്ടോ? തന്നെ എവിടെ കൊണ്ടുപോകണം, എപ്പോൾ കൊണ്ടുപോകണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ബൈ.